ഹലോ, അപ്പൊ എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് എന്നുള്ളതിന്റെ പാർട്ട് 3 ആണ്. ഇതോടുകൂടി നമുക്ക് ആ നെഗോഷിയേറ്റിംഗ് ദ സോഴ്സ് എന്നുള്ള ആ ഒരു സോഴ്സ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ, ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളെ ഡിസ്കഷന്റെ കോർ എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോയിൻസിനെ സംബന്ധിച്ചിട്ടുള്ള എന്താണ് പറയല്, അത് എങ്ങനെ ചരിത്രത്തിൽ ഒരു സോഴ്സ് ആവുന്നു, ആൻഡ് ഇന്ത്യയിലെ ഒരു കോയിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, ഏത് സമയത്താണ് തുടങ്ങിയത്, ഏതൊക്കെ മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഡൈനാസ്റ്റിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ മെയിൻ ആയിട്ടും കോയിൻ ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ എക്സ്പ്ലോറിംഗ് ന്യൂമിസ്മാറ്റിക്സ്, ദി സ്റ്റഡി ഓഫ് കോയിൻസ്. അപ്പൊ ആദ്യം തന്നെ പഠിക്കാം. ന്യൂമിസ്മാറ്റിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദി കോയിൻസ്. കോയിൻസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഇത് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഒരുപാട് സംഗതികൾ വരട്ടെ. എന്തായാലും ബേസിക്കലി എല്ലാവരും പറയുന്ന സംഗതി തന്നെയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് വെച്ചാൽ കോയിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. ആൻഡ് കോയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ കറൻസി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കറൻസി ഉള്ളത്, കറൻസി എന്ന് വെച്ചാൽ പേപ്പർ കറൻസിയാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അറിയാലോ. സോ പേപ്പർ കറൻസി എന്നുള്ളതിലുപരി കോയിനേജ് എന്ന് വെച്ചാൽ മെറ്റൽ കറൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പഴയ കാലത്തെ ലോഹങ്ങൾ കൊണ്ടുള്ള കോയിൻസിന്, നമ്മൾ നാണയങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മീൻ ചെയ്യുന്നത്. ദെൻ ഒറിജിൻ ഓഫ് ദി കോയിൻസ്. ലോകത്തിൽ ആദ്യമായിട്ട് കോയിൻ എന്നുള്ള സംഗതി ഉപയോഗിച്ചത് എന്ന് പറയുന്നത് അറൌണ്ട് 700 BCE 700-കളിലൊക്കെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് കോയിൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ലിഡിയ എന്ന് പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ ഒരു പ്രദേശത്താണ് നിന്ന് ആദ്യമായിട്ട് അവർ കോയിൻ നാണയങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. മെറ്റൽ കോയിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ആ മെറ്റലിന്റെ വാല്യൂ ആണ് ആ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ സിൽവർ ആണെങ്കിൽ സിൽവർ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്. എന്നാൽ നമ്മളെ പേപ്പർ എന്ന് പറയുന്ന പേപ്പറിന്റെ വാല്യൂ അല്ല ശരിക്കും. 500 രൂപന്റെ പേപ്പറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 20 റുപ്പീസ് അതിന് താഴെ വില ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പേപ്പർ 500 രൂപന്റെ ഒരു പ്രോമിസ് ആണ് നമുക്ക് തരുന്നത്. അതായത് നമ്മൾ എന്താ പറയല്, ഒരു പ്രോമിസറി നോട്ടാണ്. പക്ഷെ പഴയ കാലത്ത് ആ കോയിന്റെ ആ ഒരു മെറ്റലിന്റെ വാല്യൂ ആണ് തരുന്നത്, അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ലിഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കോയിൻ ഉണ്ടാക്കി. ആ കോയിൻ വെച്ചാൽ അത് ഇലക്ട്രം എന്ന് പറയുന്ന ഗോൾഡും സിൽവറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അലോയ് എന്നുള്ള ഒരു മെറ്റലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രം എന്ന് പറയുന്ന ഒരു മെറ്റലിലാണ് അവർ കോയിൻ ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ന്യൂമിസ്മാറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു കോയിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ സ്റ്റോൺ ഏജിന്റെ സമയത്ത് നമുക്ക് കോയിൻ ഇല്ല, അറിയാലോ. പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക് മനുഷ്യന്മാർക്ക് കോയിനെ പറ്റിയിട്ട് അവര് ബേസിക് ലൈഫ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കോയിൻ എന്നുള്ളത് അത് അവിടെ ഒരു വലിയ പ്രാധാന്യമുള്ള സംഗതി ആയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ചാൽക്കോളിക് സമയത്തും കോയിൻ സജീവമായിട്ടില്ല. ഹരപ്പൻ സമയത്ത് അവർ ഗോൾഡ്, സിൽവർ ഒക്കെ മെറ്റൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നു, പക്ഷെ കോയിൻ എന്നുള്ള രീതിയിലേക്ക് അവർ പോയിട്ടില്ല. ആൻഡ് ദ ഫോളോഡ് ബാർട്ടർ സിസ്റ്റം. ഈ സമയത്ത് ഹരപ്പൻ, ചാൽക്കോലിത്തിക് സമയത്തൊക്കെ എന്താണ്, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് എന്ത് കോയിൻ എന്നുള്ള സംഗതിയിലേക്ക് ആൾക്കാരെ എത്താൻ വേണ്ടി തുടങ്ങിയതും. എന്തായാലും അവിടെ ബാർട്ടർ സിസ്റ്റമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി ഋഗ്വേദ, അതായത് പിന്നെ നമ്മൾ ഹാരപ്പൻ കഴിഞ്ഞ് വേദിക് പീരീഡിലെത്തി. അപ്പൊ വേദിക് പീരീഡിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദ മെൻഷൻ നിഷ്ക, നിഷ്കഗ്രിവ്യ, ഹിരണ്യപിണ്ഡ, സിൽവർ പീസ് ഓഫ് ഡിഫറെന്റ് യൂണിറ്റ്സ്, പദ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അവിടെ പറയുന്നുണ്ട്. അതായത് നിഷ്ക, നിഷ്കഗ്രിവ്യ ഇതൊക്കെ ഗോൾഡ് ഓർണമെന്റ്സ് ആണ്. അതുപോലെ ഹിരണ്യപിണ്ഡ എന്ന് വെച്ചാൽ സ്മോൾ ഗോൾഡ് ബോൾസ് ആണ്. സോ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പറ്റി അവിടെ പറയുന്നുണ്ട്. പക്ഷേ ദേ വർ നോട്ട് നെസസറിലി കോയിൻസ് എന്നുള്ളതാണ്. അവരൊന്നും എന്തല്ല, കോയിനുകൾ ആയിരുന്നില്ല, ഓർണമെന്റ്സ് ആയിരുന്നു, മറ്റുള്ള രീതിയിലുള്ള വാല്യബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആയിരുന്നു. പക്ഷേ അത് കോയിൻ ആയിട്ട് അവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഋഗ്വേദയിലും അതായത് ഏർലി വേദിക് പീരീഡിലും ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇനി നമ്മൾ അടുത്ത് വരികയാണ് ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരികയാണ്. അവിടെ നിഷ്ക, സുവർണ, ശതമാന, പദ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾസോ ദേ വർ നോട്ട് നെസസറിലി ഫുൾ ഫ്ലഡ്ജഡ് കോയിൻസ്. അതായത് എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു പരിപൂർണമായ ഒരു കോയിന്റെ ഒരു സ്വഭാവമൊന്നും അതിന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എപ്പോഴാണ് കോയിൻസ് വന്നത്? എമർജൻസ് ഓഫ് കോയിനേജ്. കോയിനേജ് തുടങ്ങുന്നതാണ് ഓൺ ദ 6th and 5th century BC. ഇന്ത്യയിൽ ആദ്യമായിട്ട് 6-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ട് BC സമയത്തൊക്കെയാണ് കോയിനേജ് എന്ന് പറയുന്ന ഒരു കോയിൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. സോ കോയിനേജ് കോയിൻസൈഡഡ് വിത്ത് ദ സ്റ്റേറ്റസ് റൈസ്. ഏത് സമയത്താണ് കോയിൻ ഉണ്ടായത്, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരുപാട് സ്റ്റേറ്റുകൾ ഉയർന്നു വന്നു. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും മഹാജനപദാസിന്റെ ഒരു എമർജൻസ് ആണ് 6th century BC എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റുകളുടെ ഉയർച്ച. പിന്നെ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിലെ ഒന്നാം അർബനൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നീട് വേദിക് പീരീഡിന് ശേഷം സെക്കൻഡ് അർബനൈസേഷൻ വരുന്നതാണ്
നമ്മുടെ 6th സെഞ്ചുറി BC എന്ന് പറയുന്നത് മഹാജനപദാസും ബുദ്ധിസ്റ്റും ചൈനീസും ഒക്കെ ഉയർന്നു വന്ന കാലഘട്ടമാണ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അർബനൈസേഷൻ ഉയർന്നു വരുന്നത് വെച്ചാൽ നഗരങ്ങൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ട് വരുന്നു. പിന്നെ ട്രേഡും ഒരുപാട് ഡെവലപ്മെന്റ് നേടുന്നു. അറിയാലോ, കൃഷിയിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി, നമ്മളത് വേറെ തന്നെ പറയട്ടോ. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ട്രേഡിന് ഒരുപാട് പ്രാധാന്യം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി കോയിൻ എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ട് വരുന്നു. കോയിൻ പതിയെ പതിയെ പല പല സ്റ്റേറ്റുകളും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ഇനി കോയിൻ ആ സമയത്ത് വന്നു എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാല് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റേഴ്സ് ആൻഡ് അഷ്ടധ്യായി, പാണിനിയുടെ അഷ്ടധ്യായി, അതുപോലെ ബുദ്ധിസ്റ്റ് കനോണിക്കൽ ടെക്സ്റ്റുകളും അല്ലാത്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ കോയിൻ റിലേറ്റഡ് ടേംസ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു, കോയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസുകൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കഹപണ അല്ലെങ്കിൽ കർഷപണ, നിക്ക അല്ലെങ്കിൽ നിഷ്ക, ശതമാന, പദ, ദെൻ വിംശതിക, ത്രിംശതിക, സുവർണ അല്ലെങ്കിൽ സുവർണ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടേംസ് ഒക്കെ അവർ യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, കോയിൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവർ കോയിന്റെ വെയിറ്റിനെ അവർ ഡിറ്റർമൈൻ ചെയ്തിരുന്നത് ബേസ്ഡ് ഓൺ രത്തിക എന്നുള്ളതാണ്. രത്തിക, ഓക്കെ. രത്തിക എന്ന് വെച്ചാൽ നമ്മൾ മഞ്ചാടിക്കുരു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കുന്നിക്കുരു, ഇതിനൊക്കെ രട്ടി സീഡ്സ് എന്നാണ് പറയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2 കുന്നിക്കുരുവിന്റെ വെയിറ്റ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യും, കോയിന്റെ വെയിറ്റ് അവർ നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് അവർ 5 മാർക്കഡ് കോയിൻസ് ഒക്കെ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ആദ്യത്തെ കോയിൻ ആണ് 5 മാർക്കഡ് കോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ 5 മാർക്കഡ് കോയിൻസ് വെച്ചാല് ഒരു മെറ്റൽ, ഓക്കെ, ഇത്രേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെറ്റൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ലോഹം അവരെടുക്കും, അതിനെ ഉരുക്കും, അതിനെ ഉരുക്കിയിട്ട് ഒരു ഷീറ്റിലേക്ക് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനൊരു മെറ്റൽ പ്ലേറ്റ് ആക്കിയിട്ട് മാറ്റും, അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ ഷീറ്റ് നിന്ന് അവരെന്ത് ചെയ്യും, അവർ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എക്സാക്ട്ലി വെയിറ്റ് നോക്കിയിട്ട് അവർ കട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈ രത്തി സീഡ്സ് അല്ലെങ്കിൽ മഞ്ചാടിന്റെ ഒക്കെ കുരു വെച്ചിട്ട് അവർ അളന്ന് നോക്കും. അങ്ങനെ അളന്ന് നോക്കിയിട്ട് ചെറിയ വെയിറ്റിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരത് കട്ട് ചെയ്യും. സൈഡൊക്കെ ഒരു എന്താണ് പറയല്, വീണ്ടും നമ്മൾ വെട്ടിരുമ്പൊക്കെ എടുത്ത് മുറിക്കാന്ന് പറയല്ലേ, അതുപോലെ അവർ കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്ത് അവർ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ് അതിന്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇറഗുലർ എന്നുള്ളതാണ്. പലപ്പോഴും പല രീതിയിൽ അതിന്റെ ഷേപ്പ് മാറുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയിരുന്നു. കാരണം വെയിറ്റ് ചെറുതാക്കാനും വേണ്ടിയിട്ട് അവരിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ചെത്തി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് കോമ്പോസിഷൻ മോസ്റ്റ്ലി സിൽവർ ആയിരുന്നു പ്രധാനമായിട്ടും അതിന്റെ മെറ്റൽ എന്ന് പറയുന്നത്. സംടൈംസ് അല്ലെങ്കിൽ കുറച്ചുകൂടി കോപ്പറും അവർ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റെക്ടാങ്കുലർ, സ്ക്വയർ, റൗണ്ട്, ഏത് ഷേപ്പിലേക്കും ആവാം ബേസ്ഡ് ഓൺ അവർ എത്രമാത്രം അത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ എഡ്ജ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, പലതിന്റെ എഡ്ജുകൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഈ ഒരു ഷേപ്പ് കിട്ടാനും വെയിറ്റ് കണക്കാക്കാനും വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദെൻ മാനുഫാക്ചറിങ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബ്ലാങ്ക് കട്ട് ഫ്രം മെറ്റൽ ഷീറ്റ് എന്ത് ചെയ്യും, ഒരു കട്ട് എടുക്കും, എന്നിട്ട് അതെന്ത് ചെയ്യും, അതിനെ വെയിറ്റ് അനുസരിച്ച് തൂക്കി നോക്കും, എന്നിട്ട് തൂക്കിയിട്ട് എന്ത് ചെയ്യും, അതിനെ സൈഡ് എന്താണ് പറയലേ മുറിച്ചെടുക്കും എന്നതാണ് വെയിറ്റിന് വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് പഞ്ച് മാർക്കഡ് എന്നതാണ്. നമ്മൾ എന്തായാലും പറയല് ഒരു പഞ്ചയും ഒരു സാധനം വെച്ചിട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ അതിനകത്തേക്ക് എൻഗ്രേവ് ചെയ്യും എന്നതാണ്. സോ സിമ്പിൾസ് ഹാമേർഡ് യൂസിങ് ഡൈസ് ഓർ പഞ്ചസ്, അതായത് അച്ചുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഈ സിമ്പിളിനെ അതിൽ അടിച്ച് പതിപ്പിക്കും എന്നുള്ളതാണ്. സോ അതാണ് അതിന്റെ 5 മാർക്കഡ് എന്ന് പറയാൻ കാരണം. പിന്നെ ഷേപ്പ് ഇറഗുലാരിറ്റീസ് ഉണ്ടായിരുന്നു, പറഞ്ഞു ഓഫൺ ഇറഗുലർ ആയിരുന്നു കാരണം കോർണേഴ്സ് എന്ത് ചെയ്യുന്നു, സ്നിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫോർ ദ വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇനി വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ സിൽവർ കോയിൻസ് അറൌണ്ട് 32 രത്തീസ് എന്നുള്ളതാണ്. അതായത് 56 ഗ്രെയിൻസ്. 2 രീതിയിൽ രട്ടി സീഡോ അല്ലെങ്കിൽ ഗ്രെയിൻസോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അവർ അളവ് നിജപ്പെടുത്തുമായിരുന്നു. സോ 32 രട്ടീസ് എന്നുള്ള സിൽവർ കോയിൻസ് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വെയിറ്റ് അതായിരുന്നു. പിന്നെ സർക്കുലേഷൻ ഫൗണ്ട് ഓൾ ഓവർ ദ സബ് കോണ്ടിനെന്റ്, അത് എല്ലാ പ്രദേശങ്ങളിലേക്കും ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റ് പല പ്രദേശങ്ങളിലേക്കും അത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സർക്കുലേറ്റഡ് ടിൽ ഏർലി സെഞ്ചുറി സി ലോങ്ങർ ഇൻ പെനിൻസുലർ ഇന്ത്യ, അതായത് തുടക്കത്തില് നമ്മുടെ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ 5 മാർക്കഡ് കോയിൻസ് നിലനിന്നിട്ടുണ്ടായിരുന്നു. അതും നോർത്തിലൊക്കെ. ആൻഡ് പെനിൻസുലർ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം എന്ത് ചെയ്തിരുന്നു, ഈ 5 മാർക്കഡ് കോയിൻസ് ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത്. ഇനി 5 മാർക്കഡ് കോയിൻസ് ഇൻ നോർത്തേൺ ഇന്ത്യയിലെ 5 മാർക്കഡ് കോയിൻസിലേക്ക് വരികയാണെങ്കിൽ അത് 4 പ്രധാന സീരീസ് ആയിട്ട് കാണാൻ പറ്റും. ഒന്ന് തക്ഷില ഗാന്ധാര ടൈപ്പ്, ഓക്കെ, തക്ഷില ഗാന്ധാര ടൈപ്പ്, അടുത്തത് കോസല ടൈപ്പ്, അടുത്തത് അവന്തി ടൈപ്പ്, മഗധൻ ടൈപ്പ്. സോ ഇങ്ങനെ 4 ടൈപ്പ് 5 മാർക്കഡ് കോയിൻസും കാണാനായിട്ട് പറ്റും. സോ അതില് ടക്ഷില ഗാന്ധാര ടൈപ്പിന്റെ പ്രത്യേകത ഹെവി വെയിറ്റ് ആയിരുന്നു.
അതിന്റെ സിംഗിൾ പഞ്ചുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് കോസല ടൈപ്പിനകത്തേക്ക് വരികയാണെങ്കിൽ ഹെവി വെയിറ്റ് ആണ്, ബട്ട് മൾട്ടിപ്പിൾ പഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു. സോ ഒറ്റ അച്ചല്ല, ഒരുപാട് അച്ച് വെച്ചിട്ട് അവർ പഞ്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവന്തി ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് ലൈറ്റ് വെയിറ്റ് സിംഗിൾ പഞ്ച് മാർക്ക്. മഗധൻ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് മൾട്ടിപ്പിൾ പഞ്ച് മാർക്ക്. സോ അത് ഡിഫറൻസ് ചെറുതായിട്ട് മനസ്സിലാക്കിയത് ഭയങ്കര എന്താണ് പറയുക പ്രധാനപ്പെട്ട ഒന്നുമല്ല, എക്സാമിന് അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ 4 ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. മിക്കവാറും സ്റ്റേറ്റ്മെന്റുകളിനകത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി സിമ്പിൾസ് ആൻഡ് ഇഷ്യൂസ് ഓഫ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. ഇഷ്യൂസ് അതായത് ആരൊക്കെയാണ് ഈ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ഇറക്കിയിരുന്നത്, രാജാക്കന്മാരാണോ സ്റ്റേറ്റുകളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെല്ലാം സിമ്പിളുകളാണ് അതിന്റെ മുകളിൽ അവർ എൻഗ്രേവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ ലെജൻഡ്സ്, അതായത് അതിനകത്ത് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ എഴുത്തുകൾ എന്നുള്ളത് വളരെ ആബ്സെന്റ് ആയിരുന്നു, പലപ്പോഴും അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലെജൻഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ റൈറ്റിംഗ്സ് എന്നുള്ളതാണ്. സോ റൈറ്റിംഗ്സ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. നോ റിട്ടേൺ ഇൻസ്ക്രിപ്ഷൻസ് ലൈക്ലി ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ്, അതായത് മിക്കവാറും അത് ഇറക്കിയിട്ടുള്ളത് സ്റ്റേറ്റുകളാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ലേറ്റർ ടൈം ഒക്കെ ആവുന്ന സമയത്ത് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള സിറ്റിയുടെ എവിഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റി മാത്രമല്ല, ചില ട്രേഡ് ഗിൽഡുകളൊക്കെ ഇറക്കിയിട്ടുള്ള കോയിൻസുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡ് ഗിൽഡുകളൊക്കെ കോയിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദെൻ സിംബോളിക് ഡിസൈൻസ്, അതിനകത്ത് പാറ്റേണുകൾ ഉണ്ടായിരുന്നത് ജോമെട്രിക് പാറ്റേൺ, പ്ലാന്റ്, ആനിമൽ, സൺ, വീൽ, മൗണ്ടൻ, ട്രീ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതി. ട്രീ ഇൻക്ലൂഡിങ് ട്രീ ഇൻ റെയിലിംഗ്, അതായത് നമ്മൾ മരം ഈ എന്താണ് മരം മില്ല് എന്ന് പറയില്ലേ, ആ മില്ലിൽ കടത്തിയിട്ടുള്ള ആ വീലിൽ അവർ കടത്തി മരം ചെത്തിയെടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള സിമ്പിൾസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ബ്രാഞ്ചുകൾ, ഹ്യൂമൻ ഫിഗേഴ്സ്, ഇതൊക്കെ സിമ്പിൾസ് ആയിട്ട് അതിൽ എൻഗ്രേവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദെൻ സം സിമ്പിൾസ് റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ എക്സാക്ട് മീനിങ് നോട്ട് ഓൾവേസ് ക്ലിയർ, അതായത് ചിലതൊക്കെ റിലീജിയസ് സിമ്പിൾസ്, പൊളിറ്റിക്കൽ സിമ്പിൾസ് ഒക്കെയാണ്, പക്ഷെ സ്റ്റിൽ അതിന്റെ അർത്ഥങ്ങളൊക്കെ തേടി നമുക്ക് പോകുന്നതിന് ഒരുപാട് പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പോയിന്റ് മുകളിലും പ്രൈമറിയും അതുപോലെ സെക്കൻഡറി മാർക്കുകളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഞാനൊരു രാജാവെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ മഗധയിലെ രാജാവ്, വെറുതെ പറയാട്ടോ, അങ്ങനെയൊന്നുമല്ല. സോ മഗധയിലെ രാജാവെന്ന് വിചാരിക്കാം. ഞാനൊരു കോയിൻ ഇറക്കി, ഞാൻ അതിന്റെ മുകളിൽ ഒരു പഞ്ച് ചെയ്തു, ഒരു മാർക്ക് പഞ്ച് ചെയ്തു. ആൻഡ് തൊട്ടടുത്ത രാജാവ് എന്നെ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുത്തി. ഞാൻ കോസലയിലെ മറ്റു രാജാവ് എന്ത് ചെയ്യുന്നു, കോസല രാജാവ് എന്നെ പരാജയപ്പെടുത്തി. സോ ഇപ്പൊ എന്ത് ചെയ്യുന്നു, കോസല രാജാവ് എന്താ ചെയ്യാന്ന് വെച്ചാൽ മഗധയിലെ രാജാവായ ഞാൻ അടിച്ചിറക്കിയിട്ടുള്ള കോയിൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഒരു കൗണ്ടർ സ്റ്റാമ്പ് വെക്കും, അതായത് സെക്കൻഡറി പഞ്ച് മാർക്ക് വെക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഇതിന്റെ ഉള്ള പഞ്ച് മാർക്ക് മായ്ക്കാൻ പറ്റില്ല, പക്ഷെ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും, വേറെ കുറച്ചും കൂടി കനത്തിലൊരു പഞ്ച് മാർക്ക് കൊടുക്കും. സോ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാല് ഈ മഗധയിലെ രാജാവിനെ കോസലയിലെ രാജാവ് പരാജയപ്പെടുത്തിയിരുന്നു. സോ ഇങ്ങനെയുള്ള ഒരു സംഗതി കൂടെ അവിടെ വരുന്നുണ്ട്. സോ സെക്കൻഡറി പഞ്ച് മാർക്കിൽ അവിടെ ഉണ്ടായിരുന്നു, കൗണ്ടർ സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. ആഡഡ് ലേറ്റർ വിത്തൗട്ട് ഹീറ്റിംഗ് ദ കോയിൻസ്, അതായത് തുടക്കത്തിലെ ഈ ഒരു പഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ കോയിൻ ഹീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്, അതിൽ അറ്റാച്ച് ചെയ്തിരുന്നത്. പക്ഷെ മറ്റേ നല്ല ബലത്തിൽ ഹാമർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കൗണ്ടർ സ്റ്റാമ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി കൗണ്ടർ സ്റ്റാമ്പിങ് അവിടെ ഉണ്ടായിരുന്നു. ഇനി അതിനകത്ത് ഇവിടെ 1/2 ഓഫ് കർഷപണ ഏത് പണത്തിന്റെ നമ്മൾ പൈസ, രൂപ എന്നൊക്കെ പറയുന്ന പോലെ അവർ കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. 1/2 ഓഫ് എ കർഷപണ, ഒരു കർഷപണയുടെ പകുതി എന്ന് പറഞ്ഞാൽ അർദ്ധ എന്നുവെച്ചാൽ ഹാഫ് എന്നുള്ളതാണ് അർദ്ധ എന്നുള്ളത്. 1/4 ഓഫ് എ കർഷപണയുടെ 1/4 എന്ന് വെച്ചാൽ പാത എന്ന് വെച്ചാൽ കാല് എന്നുള്ളതാണ്, കാൽഭാഗം എന്ന് പറയില്ലേ, നമ്മള് ഇങ്ങനെ പറയാറ്, ഒരു ടോക്കിൽ ഞാൻ കേട്ടതാണ്. അയാളെന്ന് വെച്ചാല് 2 കാലുകൾ, ഓക്കെ, കാലും അര, മനസ്സിലായി. അപ്പൊ നമ്മൾ 2 കാല് ജോയിൻ ചെയ്യുന്ന എവിടെയാണ്, അരയിലാണ്. സോ ഇത്തരത്തിലാണ് അയാള് ഇത് ഒക്കെ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ശരിയായിട്ടാന്ന് അറിയില്ല. എന്തായാലും ഇവിടെ പാത എന്ന് പറയുന്നത് കാല് എന്നുള്ളതാണ്. സോ കാല്, പിന്നെ എന്ത് ചെയ്യുന്നു, അർദ്ധ എന്ന് വെച്ചാൽ ഹാഫ് എന്നുള്ളത്. ദെൻ 1/16, 1/16 എന്ന് പറയുന്നത് ഒരു കർഷകയുടെ 16 എന്ന് പറയുന്നത് മസ എന്നുള്ളതാണ്, മാസ. ഓക്കെ, ദെൻ 1/64 എന്ന് പറയുന്നത് കർഷകയുടെ 64 എന്ന് പറയുന്നത് കാക്കണി എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു എന്താണ് പറയുക, ഈ ഒരു പാറ്റേണിലാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേരുകളൊക്കെ വ്യത്യസ്തമായിട്ട് ഉണ്ടായിരുന്നത്. എക്സാമ്പിൾ ചിലപ്പോൾ ഇങ്ങനെ വന്നേക്കാം, ഡീപ്പായിട്ടൊക്കെ പോവാണെങ്കിൽ 1/64 ഓഫ് എ കർഷപണ വാസ് നോൺ ആസ് കാക്കണി, മാസ, പദ, അർത്ഥ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ഓർത്തു വെക്കുക. കുബീന്ദർ സിംഗിന്റെ പുസ്തകം അതുപോലെ എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 5 മാർക്കഡ് കോയിൻസിന്റെ സൈഡുകളൊക്കെ സ്നിപ്പ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണാനായിട്ട് പറ്റും. ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ, 36
മഞ്ചാടിക്കുരുവിന്റെ കനത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടി ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതൊക്കെ എൻഗ്രേവിങ്സ് ആണ്, ഇതൊക്കെയാണ് പഞ്ച് എന്ന് പറയുന്നത്. സോ അതിന്റെ മുകളിൽ ചില സമയത്തൊക്കെ കൗണ്ടർ പഞ്ചുകളും കാണാൻ പറ്റുമായിരുന്നു. പിന്നെ മറ്റുള്ള ചില ടൈപ്പുകളാണ്. അപ്പൊ നമ്മൾ 4 ടൈപ്പുകൾ നേരത്തെ പറഞ്ഞു. ഇനി അതർ ടൈപ്സ് ആണ് ഏർലി ഇന്ത്യൻ കോയിൻ ടൈപ്സ്. അതിനകത്ത് അൺഇൻസ്ക്രൈബ്ഡ് ഡൈസ്ട്രക് കോയിൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ 5 മാർക്ക് കോയിൻസിനെ സംബന്ധിച്ചാണ്. ആൻഡ് ഇവിടെ മറ്റുള്ള ചില കോയിൻ ടൈപ്പുകൾ കാണാനായിട്ട് പറ്റും. അതിനകത്ത് വരുന്നത് അൺഇൻസ്ക്രൈബ്ഡ് ഡൈസ്ട്രക് കോയിൻസ്, അതുപോലെ തന്നെ ഡൈസ്ട്രക് ഇൻഡോ ഗ്രീക്ക് കോയിൻസ്. ഇത്രേ ഉള്ളൂ. അൺഇൻസ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ എന്തില്ല, അതിന്റെ മുകളിൽ ഇൻസ്ക്രിപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. സോ സിമ്പിൾസ് സിമിലർ ടു പഞ്ച് മാർക്ക്ഡ് കോയിൻസ്, ഇതിന്റെ മുകളിൽ സിമ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് സ്ട്രക്ക് വിത്ത് കെയർഫുള്ളി കാർവ്ഡ് മെറ്റൽ ഡൈസ്. ഈ ഡൈ എന്ന് പറയുന്നത് എന്താണ്, അച്ച് എന്നുള്ളത് സ്റ്റാമ്പ് എന്നുള്ളതാണ്. അതായത് നമ്മളെന്താ പറയല്, സീൽ എന്നൊക്കെ പറയില്ലേ, ആ സീൽ കുത്തുമ്പോഴാണല്ലോ ആ സാധനം വരിക. അതുപോലെ അതിന്റെ ഹാർഡ് ആയിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അത് വെച്ചിട്ട് അടിച്ചുകൊണ്ട് പതിപ്പിക്കുക. സെയിം പഞ്ച് മാർക്കഡ് കോയിൻസിന്റെ സംഗതി തന്നെ. ആൻഡ് ദേ മെയ്ഡ് ഇറ്റ് മോസ്റ്റ്ലി ഓൺ കോപ്പർ ആൻഡ് റയർലി ഇൻ സിൽവർ. സോ ഡൈസ്ട്രക് കോയിൻസ് പ്രധാനമായിട്ട് കോപ്പറിലും പിന്നെ കുറച്ചൊക്കെ സിൽവറിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇനി ഡൈസ്ട്രക് ഇൻഡോ ഗ്രീക്ക് കോയിൻസ്, ഇത് ഇന്ത്യൻ അല്ല, പുറത്തുനിന്നുള്ളതാണ്. സോ ഇന്ത്യൻ കോയിൻസ് ആണെങ്കിൽ ഡൈസ്ട്രക് എന്ന് വെച്ചാൽ പേരുകൾ ഉണ്ടായിരുന്നില്ല, ലെജൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഡൈസ്ട്രക് ഇൻഡോ ഗ്രീക്ക് കോയിന്റെ പ്രത്യേകത 2nd and 1st സെഞ്ചുറി അറിയാലോ, നമ്മളെ എന്താണ് പറയുക, മൗര്യാസ്ത്രക്ക് ശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡിലാണ് വരുന്നത്. സോ ആ സമയത്ത് ഇൻഡോ ഗ്രീക്ക് കോയിൻസിൽ വെൽ എക്സിക്യൂട്ടഡ് റൗണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് നോട്ട് ഓഫ് ആൻ ഇറഗുലർ ഷേപ്പ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 മാർക്കഡ് കോയിന്റെ അതുപോലെ തന്നെ കറക്റ്റ് എക്സാക്ട് ഷേപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഡൈസ്ട്രക് ഇൻഡോ ഗ്രീക്ക് കോയിന്റെ പ്രത്യേകത വെച്ചാൽ വെൽ എക്സിക്യൂട്ടഡ് റൗണ്ട്, അതായത് കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഫിഗർ ഷേപ്പ് ആണ് അതിന് ഉണ്ടായിരുന്നത്. അപൂർവം ചില സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതും കണ്ടിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ്ലി സിൽവർ, സം കോപ്പർ, ബില്ലൺ, നിക്കൽ, ലെഡ് ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ മോസ്റ്റ്ലി കോപ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ മോസ്റ്റ്ലി സിൽവർ ആയിരുന്നു. ആൻഡ് കുറച്ച് കോപ്പറും ബില്ലൺ, നിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ എന്തുണ്ട്, ഡൈസ്ട്രക്, ഇത് ഇൻസ്ക്രൈബ്ഡ് ആണ്. സോ ഇവിടെ അതുകൊണ്ട് തന്നെ റൂളേഴ്സ് നെയിം ആൻഡ് പോർട്രേറ്റ് ഒബ്വേഴ്സ് സൈഡിൽ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അതിന്റെ രാജാവിന്റെ പേരെന്ന് വെച്ചാൽ ലെജൻഡ് ആണ്, എഴുതിയതാണ്. ആൻഡ് പോർട്രേറ്റ്, ചിത്രവും ഉണ്ടായിരുന്നു. ദെൻ പല സമയത്തും ഏജിങ് പോർട്രേറ്റ് കണ്ടിട്ടുണ്ട്. അതായത് എന്താണ് പറയല്, ഇവിടെ ചില രാജാക്കന്മാരുടെയൊക്കെ പ്രായമായ ചിത്രങ്ങളും ചെറിയ പ്രായത്തിലെ ചിത്രങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദാറ്റ് പെർട്ടിക്കുലർ കിങ് റൂൾഡ് ഫോർ എ ലോങ് പീരിയഡ്. അയാൾ എന്താണ്, അയാളുടെ റെയിൻ എന്ന് പറയുന്നത് വലുതായിരുന്നു. കാരണം ചെറിയ പ്രായമായിരുന്ന സമയത്തിലെ ചിത്രമുണ്ട്, വലിയ വയസ്സായ സമയത്തിലെ ചിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് കാലം ചെയ്തിരുന്നു, ഭരിച്ചിട്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിത്രം പഠിച്ചെടുക്കുക. ഓക്കെ, സോ ഇവിടെ മെനൻഡറിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മെനൻഡർ സ്റ്റാറ്റ് ഓഫ് ഫസ്റ്റ് ലോങ് റെയിൻസ്. അവർക്കൊക്കെ ഈ ചെറിയ പ്രായത്തിലേതും അതുപോലെ വയസ്സായ പ്രായത്തിലേതും കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു, ലോങ് റെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചില കോയിൻസില് കൺജോയിന്റ് റൂൾ, അതായത് കോയിൻസ് ജോയിന്റ്ലി ഇഷ്യൂഡ് ബൈ കിങ്സ്, അതായത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 2 രാജാക്കന്മാർ ഇഷ്യൂ ചെയ്തായിട്ടുള്ള ചിത്രങ്ങൾ, ഈ 2 ചിത്രങ്ങളിലൊക്കെ കോയിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 രാജാക്കന്മാരും ഒരേ സമയം ഭരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജോയിന്റ് റൂൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ റിലീജിയസ് സിമ്പിൾസ് ആണ് റിവേഴ്സ് സൈഡിലുണ്ട്. സോ ഒബ്വേഴ്സ് സൈഡില് രാജാവിന്റെ ചിത്രം, പോർട്രേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് റിവേഴ്സ് സൈഡിൽ അതിന്റെ നമ്മൾ എന്താ പറയുക, ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയുമല്ലോ. സോ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടായിരുന്നു, റിവേഴ്സ് സൈഡിൽ റിലീജിയസ് സിമ്പിൾസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബൈലിംഗൽ ആൻഡ് ബൈസ്ക്രിപ്റ്റ് കോയിൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. 2 ഭാഷയിൽ അല്ലെങ്കിൽ 2 ലിപികളിലുള്ള കോയിൻസ് ഉണ്ടായിരുന്നു. ഗ്രീക്ക് ആൻഡ് പ്രാകൃത ലാംഗ്വേജുകൾ അവർ എഴുതിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കരോഷ്ടി സ്ക്രിപ്റ്റ് ആയിരുന്നു പ്രധാനമായിട്ടും യൂസ് ചെയ്തിരുന്നത്. ആൻഡ് റയർലി ബ്രഹ്മി. ഇവിടെ സ്ക്രിപ്റ്റും ലാംഗ്വേജും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻ ഷോർട്ട് ഇത്ര പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മള് മലയാളം ഭാഷ, മലയാളം ലാംഗ്വേജ്, ഓക്കെ, മലയാളം ഭാഷ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നീ എവിടെയാണ്, നമ്മൾ ചാറ്റ് ചെയ്യുന്ന വിചാരിക്കട്ടോ, നീ എവിടെയാണ് ചാറ്റ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ മലയാളത്തിൽ എഴുതാം. അതേ സാധനം നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ എഴുതും അല്ലെ, നീ എവിടെയാണ് അല്ലെ. സോ പറഞ്ഞിരുന്നത് എഴുതിയ ഭാഷ മലയാളം തന്നെയാണ്, സ്ക്രിപ്റ്റ് എന്താണ്, ഡിഫറെന്റ് ആണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ക്രിപ്റ്റും ഭാഷയും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഭാഷകൾക്കും സ്ക്രിപ്റ്റ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. സി ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് ലാംഗ്വേജ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതിനെല്ലാം അതിനൊന്നും സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, ഭാഷ അവർക്ക് വേറെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ പല ട്രൈബൽ ഭാഷകൾ, ഇപ്പൊ നിങ്ങൾ ദസരി എന്നൊക്കെ പറഞ്ഞ ലക്ഷദ്വീപിലെ ഭാഷ കേട്ടിട്ടുണ്ടായിരിക്കും. ഭാഷ ഉണ്ട്, ബട്ട് ദർ ഇസ് നോ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. അവർ എഴുതാൻ എന്ത് ചെയ്യും, മലയാളം സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുക.
സോ പറഞ്ഞു വരുന്നത് കരോഷ്ടി സ്ക്രിപ്റ്റ് ആണ് അവർ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത്. റയർ ആയിട്ട് ബ്രഹ്മി സ്ക്രിപ്റ്റും യൂസ് ചെയ്തിരുന്നു. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്കും പ്രാകൃതമായിരുന്നു. സ്ക്രിപ്റ്റ് കരോഷ്ടിയും ബ്രഹ്മിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ മോണോഗ്രാംസ് ആൻഡ് സിമ്പിൾസ് അതിനകത്ത് ഉണ്ടായിരുന്നു. മോണോഗ്രാംസ് ഓൺ കോയിൻ സിഗ്നിഫിക്കൻസ് നോട്ട് ഓൾവേസ് ക്ലിയർ. സോ ഇത്തരത്തിലുള്ള മോണോഗ്രാംസ് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇൻസ്ക്രൈബ് ചെയ്യുന്ന രീതി തന്നെയാണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസിൽ വലിയ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ദെൻ ഇൻഡോ ഗ്രീക്ക് കോയിനേജിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിരുന്നത് ഷഗാസ്, പാർത്തിയൻസ്, ക്ഷത്രബാസ് അതുപോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂളേഴ്സ് ഒക്കെ ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരുന്നത്. ദെൻ ഇൻക്ലൂഡഡ് ബൈലിംഗൽ ആൻഡ് ബൈസ്ക്രിപ്റ്റ് ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞു ഗ്രീക്ക് പ്രാകൃത ഭാഷകളും കരോഷ്ടി ബ്രഹ്മി സ്ക്രിപ്റ്റുകളൊക്കെ രണ്ടും ഒരേ സമയമുള്ള രീതിയിലൊക്കെ അവർ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് കുഷാന കോയിൻസ് ആണ്. കുഷാന കോയിൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ, കുഷാനാസ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് 1st to 4th century CE സമയത്താണ്. ആൻഡ് ഫസ്റ്റ് ഡൈനസ്റ്റി ടു മിന്റ് ഗോൾഡ് കോയിൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡൈനസ്റ്റിയാണ്. ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്യൂ സിൽവർ കോയിൻസ് ആൻഡ് മെനി കോപ്പർ കോയിൻസ്. അവര് കുറച്ച് സിൽവറും കുറെ കോപ്പറും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഗോൾഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കുഷാനാസ് ആണ്. അതേസമയം പ്യൂർ ഗോൾഡ് അല്ലെങ്കിൽ നല്ല പ്യൂർ ആയിട്ടുള്ള പ്യൂരിറ്റി കൂടുതലുള്ള ഗോൾഡ് ഉണ്ടായിരുന്നത് ഗുപ്ത സമയത്താണ്. അതും ഓർത്തു കേട്ടോ. ഇനി ഇൻഡിക്കേറ്റ് സ്പ്രെഡ് ഓഫ് മണി എക്കണോമി. അതായത് ഇങ്ങനെ ഒരുപാട് കോയിൻ ഉള്ളത് കൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥ ബാർട്ടർ സിസ്റ്റം മാറിയിട്ട് മണി എക്കണോമിക്ക് മാറി എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അവരുടെ കോയിന്റെ പ്രത്യേകത ഒബ്വേഴ്സ് സൈഡില് കിങ്സ് ഫിഗർ, നെയിം, ടൈറ്റിൽ. കിങ്ങറിന്റെ ചിത്രവും നെയിമും ടൈറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. റിവേഴ്സ് സൈഡിൽ ഡീറ്റെയിൽസ് ഫ്രം വേരിയസ് പാന്തിയൻസ്, ഇത്തരത്തിലുള്ള റിലീജിയസ് ഡയറ്റീസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ദെൻ ലെജൻഡ്സ് ഇൻ ഗ്രീക്ക് ഓർ കരോഷ്ടി. ഇവര് എന്താണ് പറയല്, ഈ പറഞ്ഞ പേരും ഫിഗറൊക്കെ പേരും ടൈറ്റിലൊക്കെ ഗ്രീക്ക് അല്ലെങ്കിൽ കരോഷ്ടി ഭാഷയിലൊക്കെയാണ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. കുഷാന കോയിൻസിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കും. ഇനി ശതവാഹന കോയിനേജിലേക്ക് വരികയാണെങ്കിൽ കോപ്പർ ആൻഡ് സിൽവർ കോയിൻസ് ബൈ ശതവാഹന കിങ്സ്. അവരെന്ത് ചെയ്തിരുന്നു, കോപ്പറും സിൽവറും ഒക്കെ ഇഷ്യൂ ചെയ്തിരുന്നു. ആൻഡ് സ്മോൾ ഡിനോമിനേഷണൽ കോയിൻസ് ഇൻ ലെഡ് ആൻഡ് പോട്ടിൻ. അതായത് ചെറിയ ഡിനോമിനേഷൻ അല്ലെങ്കിൽ ചെറിയ വാല്യൂ ഉള്ളതൊക്കെ ആണെങ്കിൽ ലെഡ്, പൊട്ടിൻ എന്നൊക്കെ പറയുന്ന മെറ്റലിൽ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് ഡൈസ്ട്രക് വിത്ത് സം കാസ്റ്റ് കോയിൻസ്. അതായത് ഇത്തരത്തിലുള്ള ഡൈസ്ട്രക് കോയിൻസ് അവർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചൂടാക്കി എടുത്തിട്ടുള്ള ടൈപ്പ് കോയിൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ ഓഫ് ടെക്നിക് യൂസ്ഡ്, അതായത് ഡൈസ്ട്രക്കും അതുപോലെ തന്നെ ഈ കാസ്റ്റ് കോയിൻസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ലെജൻസ് ഇൻ പ്രാകൃത ലാംഗ്വേജ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. അവർ ലെജൻഡ് എഴുതിയിരുന്നത് പ്രാകൃത ഭാഷയിലും സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റുമായിരുന്നു. ആൻഡ് പോർട്രേറ്റ് കോയിൻസ് ഇൻ ദ്രവീഡിയൻ ലാംഗ്വേജ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. ചില കോയിൻസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ദ്രവീഡിയൻ ലാംഗ്വേജിലും അതുപോലെ ബ്രഹ്മി സ്ക്രിപ്റ്റിലും ഉണ്ടായിരുന്നു. 5 മാർക്കഡ് കോയിൻസ് കോ എക്സിസ്റ്റഡ് വിത്ത് ശതവാഹന കോയിൻസ്. അതായത് ശതവാഹന ടൈമിൽ എന്തുണ്ടായിരുന്നു, 5 മാർക്കഡ് കോയിൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ശതവാഹനാസിന്റെ കോയിനേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ കൂടുതൽ സംഗതികൾ ക്വസ്റ്റ്യൻ സമയത്തും ശതവാഹനാസിനെ പറ്റി പറയുന്ന സമയത്തും കൂടുതൽ അതിൽ ഉൾക്കൊള്ളിക്കും. ഇനി സിൽവർ കറൻസി ഇൻ വെസ്റ്റേൺ ഡെക്കാൻ. വെസ്റ്റേൺ ഡെക്കാനിലേക്ക് വരികയാണെങ്കിൽ ഡിമാൻഡ് ഫോർ സിൽവർ കറൻസി ഇൻ വെസ്റ്റേൺ ഡെക്കാൻ പോസിബിലി ഡ്യൂ ടു ട്രേഡ്. അറിയാലോ, വെസ്റ്റേൺ ഡെക്കാൻ എന്ന് പറയുമ്പോൾ ട്രേഡിന് പ്രാധാന്യമുള്ള പ്രദേശമാണ്. വെസ്റ്റേൺ കോസ്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. അവിടെയൊക്കെ എന്താണ് ഈ പറഞ്ഞ മുംബൈ തീരങ്ങളൊക്കെ എന്താണ് കോസ്റ്റിന്റെ ട്രേഡിന്റെ പ്രധാന സെന്റേഴ്സ് ആണ്. സോ അവിടെ സമ്പത്തിന് വേണ്ടി ട്രേഡിന് വേണ്ടി എന്ത് വരുന്നു, കോയിൻ എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആയിട്ട് വരുന്നു. സോ സിൽവർ കറൻസിയുടെ വളരെയധികം യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ക്ഷത്രബ റൂളർ നാഹപണ ഇൻട്രൊഡ്യൂസ്ഡ് എ സിൽവർ കറൻസി ഇൻ നാസിക് ഏരിയ. നാസിക് ഏരിയയിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു സിൽവർ കറൻസി ഇഷ്യൂ ചെയ്തിരുന്നു. റോമൻ ഗോൾഡ് കോയിൻസ് entered peninsular India during early CE used for large transactions. സോ റോമൻ ഗോൾഡ് കോയിൻസ് അറിയാലോ, കച്ചവടമാണ്. സോ റോമൻ ആയിട്ടുള്ള കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഗോൾഡ് കോയിൻസ് ഒക്കെ ഇവിടേക്ക് ധാരാളമായിട്ട് വന്നിരുന്നു. റോമൻ കോയിൻസ് മേ ഹാവ് സെർവ്ഡ് ആസ് കറൻസി റിസർവ്സ് ആൻഡ് ക്യാപിറ്റൽ ഡെപ്പോസിറ്റ്. സോ ഇവിടെ കറൻസി ഇപ്പൊ നമ്മൾ ഡോളർ, പെട്രോ ഡോളർ എക്കണോമി എന്നൊക്കെ പറയില്ലേ, ഇത് ഡോളറാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ രാജ്യങ്ങളും റിസർവ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത്. കാരണം അമേരിക്കയുടെ ഒരു അപ്രമാദിത്യം അതിന്റെ ഭാഗമായിട്ട് ഈ സൗദിക്ക് എന്താണ് ഡോളറിലാണ് പെട്രോൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യവും എന്ത് ചെയ്യണം, പെട്രോളിയം റിസോഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഡോളർ അത്യാവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഡി ഡോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചർച്ചയ്ക്ക് വരുന്നുണ്ടല്ലോ. പറഞ്ഞു വരുന്നത് റോമൻ കോയിൻസിന്റെ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും റിസർവ് കറൻസി ആയിട്ടൊക്കെ അതിനെ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ലോക്കൽ ഇമിറ്റേഷൻസ് ഓഫ് റോമൻ ഗോൾഡ് കോയിൻസ് ഫൗണ്ട്. അതായത് റോമൻ ഗോൾഡ് കോയിൻസിന്റെ അതേ രൂപത്തിൽ നമ്മൾ എന്താ പറയുക, ലോക്കൽ ഇമിറ്റേഷൻ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള മെറ്റൽ വർക്കേഴ്സ് ഒക്കെ അത്തരത്തിലുള്ള കോയിൻസ് ഉണ്ടാക്കിയിരുന്നു. വേണമെങ്കിൽ നമുക്ക് കള്ളനോട്ടെന്ന് പറയാം. പിന്നെ അത് കള്ളനോട്ടെന്ന് പറയാൻ പറ്റാത്ത എന്താ വെച്ചാൽ സെയിം മെറ്റീരിയൽ ആയിരിക്കും, മെറ്റൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ
ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൈൻഡ് ഓഫ് എന്താണ് ജെനുവിൻ നോട്ടായിട്ട് അല്ലെങ്കിൽ ജെനുവിൻ കോയിൻ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. റിസൾട്ടഡ് ഇൻ കോ എക്സിസ്റ്റൻസ് ഓഫ് ശതവാഹന, ക്ഷത്രപ, പഞ്ച്മാർക്കഡ് ആൻഡ് റോമൻ കോയിൻസ് ഇൻ ഏർലി സി. സോ ഈ ഒരു തുടക്കത്തിൽ സിയുടെ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശതവാഹന കോയിൻസ്, ക്ഷത്രപ കോയിൻസ്, പഞ്ച്മാർക്കഡ് കോയിൻസ്, റോമൻ കോയിൻസ് ഒക്കെ ഒരേ സമയം കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡൈനസ്റ്റിക് പഞ്ച് മാർക്കഡ് കോയിൻസ് ഇൻ സൗത്ത് ഇന്ത്യയിലെ പഞ്ച് മാർക്കഡ് കോയിൻസിലേക്ക് വരികയാണെങ്കിൽ സം പഞ്ച് മാർക്കഡ് കോയിൻസ് ഇൻ സൗത്ത് ഇന്ത്യ ലിങ്ക്ഡ് ടു ഡൈനസ്റ്റിക് സിംബിൾസ്. ഈ ഡൈനസ്റ്റിയുടെ സിംബിൾസ് നമുക്ക് എന്ത് ചെയ്യാം? ആ കോയിനിൽ കാണാനായിട്ട് പറ്റും എന്നതാണ്. എക്സാമ്പിൾ, കോയിൻസ് ഫ്രം ബോധി നായ്ക്കന്നൂർ. ഓക്കെ, ബോധി നായ്ക്കന്നൂർ നിയർ മധുരൈ ഫീച്ചേർഡ് എ ഡബിൾ കാർപ്പ് ഫിഷ് എ പാണ്ഡ്യൻ സിംബിൾ. സോ എന്ന് മനസ്സിലാക്കാം, മധുരൈ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ് ആയിരുന്നു, അറിയുന്നുണ്ടായിരിക്കും. സോ പറഞ്ഞു തരുന്നത്, ഈ ബോധി നായ്ക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയിട്ടുള്ള കോയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാർപ്പ് ഫിഷിന്റെ ഒരു ഡബിൾ കാർപ്പ്, ഓക്കെ, ഫിഷിന്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. സോ പാണ്ഡ്യാസിന്റെ സിമ്പിൾ ആയിരുന്നു ശരിക്കും ഈ കാർപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫിഷ് എന്ന് പറയുന്നത്. Then growing evidence in dynastic coins with portraits and legends of Cholas, Cheras and Pandyas. So ചേര, ചോള, പാണ്ഡ്യാസ് ആണ്, മൂവേന്താർസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നത്, സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരുടെ കോയിനിലൊക്കെ അവരുടെ സിമ്പിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് കോയിൻസ് വിത്ത് വലൂത്തി ലെജൻഡ് അസോസിയേറ്റഡ് വിത്ത് പാണ്ഡ്യാസ്. ഓക്കെ, പാണ്ഡ്യാസിന്റെ ഒരു ലെജൻഡ് എന്താണ്? വലൂത്തി എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കോയിന്റെ മുകളിൽ കാണാനായിട്ട് പറ്റും എന്നതാണ്. സിൽവർ കോയിൻ ഷോയിങ് ചേര കിങ്സ് പോർട്രേറ്റ് ആൻഡ് മക്കോട്ടെ ലെജൻഡ് ഡിസ്കവേർഡ് നിയർ കാരോ. സോ ഇത്തരത്തിലുള്ള സിൽവർ കോയിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ട് ചേര കിങ്സിന്റെ ചിത്രങ്ങളൊക്കെ ഉള്ള ഒരുപാട് കോയിൻസ് നമ്മൾ മക്കോട്ടയിലൊക്കെ കണ്ടിട്ടുണ്ട്. കോയിൻസ് വിത്ത് കൊട്ടുവൻ കൊട്ടൈ ആൻഡ് കൊല്ലിപ്പുരൈ ലെജൻഡ്സ് അലോങ് വിത്ത് ചേര സിംബിൾസ് ഓഫ് ബോ ആൻഡ് ആരോ, ഡബിൾ ഫിഷ്, ടൈഗർ. സോ ബോ ആൻഡ് ആരോ എന്ന് പറഞ്ഞാൽ ചേര സിമ്പിൾ, അതുപോലെ ഡബിൾ ഫിഷ്, ടൈഗർ, ഇതൊക്കെ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യയിലെ ചേര, ചോള, പാണ്ഡ്യാസിന്റെ ഒക്കെ സിമ്പിൾസ് വെച്ചിട്ടുള്ള കോയിൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഗുപ്ത ആൻഡ് സിൽവർ കോയിൻ. സോ ഗുപ്ത ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ്. ഗുപ്താസിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് അവർ ഇഷ്യൂ ചെയ്തിരുന്നു. ഗുപ്ത കിങ്സ് ഇഷ്യൂഡ് ഹൈ ക്വാളിറ്റി ഡൈ സ്ട്രക്ക് ഗോൾഡ് കോയിൻസ് കോൾഡ് ദിനാർസ്. സോ ഗുപ്ത ഗോൾഡ് കോയിൻ അറിയപ്പെട്ടിരുന്ന പേരാണ് ദിനാർസ് എന്ന് പറയുന്നത്. അതിന്റെ ഹൈ ക്വാളിറ്റി ഡൈസ്ട്രക് ഗോൾഡ് കോയിൻസ് ഇറക്കിയിരുന്നത് ആരാണ്? ഗുപ്താസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ദിനാർസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ നോർത്തേൺ ഇന്ത്യ. സോ നോർത്തേൺ ഇന്ത്യയിലാണ് ഗുപ്താസിന്റെ കേന്ദ്രം എന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കോയിൻസ് പ്രധാനമായിട്ട് കണ്ടിരുന്നത് ഈ പറഞ്ഞ നോർത്തേൺ ഇന്ത്യയിലാണ്. അതിന്റെ ഒബ്വേഴ്സ് സൈഡിൽ, അതിന്റെ എന്താണ് പറയുക, ഒബ്വേഴ്സ് സൈഡിൽ ഉണ്ടായിരുന്നത് depicts a king in various poses. കിങ്ങിന്റെ ചിത്രങ്ങൾ ഓഫ് മാർഷ്യൽ, സം ഷോ ദം പ്ലേയിങ് ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, വീണ പ്ലേയിങ് കോയിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സമുദ്രഗുപ്തന്റെ കണ്ടെത്തിയിട്ടുണ്ട്. പറഞ്ഞിരുന്നവർ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാളെടുത്ത് കണ്ടിരിക്കുന്ന ചിത്രങ്ങള്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിരിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ കുറെ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒബ്വേഴ്സ് സൈഡില്. റിവേഴ്സ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റിലീജിയസ് സിംബൽസ് ഓഫ് റിഫ്ലക്ടിങ് കിങ്സ് റിലീജിയസ് അഫിലിയേഷൻ. അതായത് ഡയറ്റിന്റെ ചിത്രം അല്ലെങ്കിൽ ഗോഡിന്റെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രാജാവ് ഏത് പർട്ടിക്കുലർ ഡയറ്റിയുടെ ഫോളോവർ ആയിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കന്ദഗുപ്ത അല്ലെങ്കിൽ ഗുപ്ത പീരീഡിന്റെ അവസാനമായപ്പോഴേക്ക് ഡിക്ലൈൻ ഇൻ ഗോൾഡ് കോയിൻ പ്യൂരിറ്റി, അതായത് ഗോൾഡ് കോയിന്റെ പ്യൂരിറ്റി നഷ്ടമാവുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തി. നേരത്തെ ഹൈ ക്വാളിറ്റി ഗോൾഡ് കോയിൻ ആയിരുന്നെങ്കിൽ ഗുപ്ത പീരീഡിന്റെ അവസാനം അല്ലെങ്കിൽ സ്കന്ദഗുപ്തന്റെ ഒക്കെ സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗോൾഡിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഇറ്റ് മീൻസ് അവിടെ എന്തുണ്ടായിരുന്നു? ഒരു എക്കണോമിക് ഡീക്ലൈൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുപ്ത എംപയറിന്റെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു ഇത് എന്നൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഗുപ്ത റൂളേഴ്സ് ഓൾസോ ഇഷ്യൂഡ് സിൽവർ കോയിൻസ്. ഗോൾഡ് മാത്രമല്ല സിൽവർ കോയിൻസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കോപ്പർ കോയിൻസ് ആ സമയത്ത് താരതമ്യേന കുറവായിരുന്നു എന്നുള്ളതാണ്. ഗുപ്ത ഇറയില് കോപ്പർ കോയിൻസ് വെർ റെയർ എന്നുള്ളതാണ്. ഇനി ശതവാഹനാസിന് ശേഷം ഈസ്റ്റേൺ ഡെക്കാനിലേക്ക് വരികയാണെങ്കിൽ ഇക്ഷവാഗുസ് തേർഡ് ആൻഡ് ഫോർത്ത് സെഞ്ചുറി സമയത്ത് ഇഷ്യൂഡ് ലെഡ് കോയിൻസ് സിമിലർ ടു ശതവാഹന വൺ. ശതവാഹനാസിനെ പോലത്തെ തന്നെ ലെഡ് കോയിൻസ് ഒക്കെ ഇക്ഷവാഗുസ് ഇഷ്യൂ ചെയ്തിരുന്നു. ദെൻ ശലങ്കയാനാസ് എന്നാണ് ഫോർത്ത് ടു മിഡ് ഫിഫ്ത് സെഞ്ചുറി ആൻഡ് വിഷ്ണുകുണ്ടിൻസ് മിഡ് ഫിഫ്ത് ടു സെവൻത് സെഞ്ചുറി. ഈ സമയത്തൊക്കെ ഭരിച്ചിരുന്ന ഈ ഡൈനാസ്റ്റീസ് ഒക്കെ എന്ത് ചെയ്തിരുന്നു? സം കോപ്പർ കോയിൻസ് ആട്രിബ്യൂട്ടഡ്. അവരെന്ത് ചെയ്തിരുന്നു? കോപ്പർ കോയിൻസ് ആണ് കുറച്ചൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ചെറിയ ഡൈനാസ്റ്റീസ് ആട്ടോ. ദെൻ ട്രൈക്കൂഡകാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി കോയിൻസ് സർക്കുലേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഡെക്കാൻ. ഇവരുടെ കോയിൻസ് എന്ത് ചെയ്തിരുന്നു? വെസ്റ്റേൺ ഡെക്കാനിൽ ഉപയോഗിച്ചിരുന്നു. ദെൻ ഏർലി കാലച്ചൂരീസ്.
6th സെഞ്ചുറി സിൽവർ ഇഷ്യൂ ഇൻ മഹാരാഷ്ട്ര ഏരിയ. അവർ സിൽവർ കോയിൻസ് ഒക്കെ ഇറക്കിയിരുന്നു. ശ്രദ്ധിക്കുക, ഈ ഡൈനസ്റ്റിനെ പറ്റി ചോദ്യം വരില്ല ഒരു കോയിൻ ഇറക്കിയിരുന്നു എന്നുള്ളതല്ല, അവർ ഏത് ലൊക്കേഷനിലായിരുന്നു, ഈ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു, ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ നമ്മൾ വേറെ തന്നെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഏർലി മീഡിയവൽ ഡൈനാസ്റ്റീസ് വേറെ തന്നെ പറയാനുണ്ട്. ഇവിടെ ഞാൻ കോയിന്റെ ഒരു ആസ്പെക്ടിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം. ദെൻ ഏർലി മീഡിയവൽ ഡൈനാസ്റ്റിക് കോയിൻസ്. ഗംഗാ വാലിയിലേക്ക് വരികയാണെങ്കിൽ ഗുർജര പ്രതിഹര റീജിയനിൽ ബില്ലോൺ കോയിൻസ് ഉണ്ടായിരുന്നു. ദെൻ രാജ്പുത്താന ആൻഡ് ഗുജറാത്തിലെ വേരിയസ് കോയിൻ ടൈപ്സ് അവിടെ ഉണ്ടായിരുന്നു. സിന്ധില് അറബ് ഗവേണേഴ്സ് കോപ്പർ കോയിൻസ് ഒക്കെ മിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കശ്മീരിൽ കോപ്പർ കോയിൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഹുണ്ടിഗാസ് എന്ന് പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത് എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹുണ്ടിഗ എന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ആൻഡ് കോവറേസ് യൂസ്ഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, അതായത് കോപ്പർ കോയിൻസ്, കോവറീസ്, അതുപോലെ ഹുണ്ടിഗാസ് തുടങ്ങിയ സംഗതികളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 1 സെക്കൻഡ്. സോ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്തിരുന്നു, കശ്മീരിൽ അവർ യൂസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും കോപ്പർ കോയിൻസ് അവർ യൂസ് ചെയ്തു, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഹുണ്ടിഗാസ് യൂസ് ചെയ്തു. കോവറീസ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, സീഷെൽസ് ആണ് കേട്ടോ, സീഷെൽസ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തു, കശ്മീരിൽ യൂസ് ചെയ്തിരുന്നു. ഇനി ബംഗാളിലെ കേസിലേക്ക് വരികയാണെങ്കിൽ ശശാങ്ക ഇഷ്യൂഡ് ഗോൾഡ് കോയിൻസ്. ശശാങ്കനൊക്കെ നമ്മൾ വേറെ തന്നെ പറയട്ടോ, ഏർലി മെഡീവൽ ഡൈനാസ്റ്റീസ് പറയുമ്പോൾ. ശശാങ്കൻ എന്ത് ചെയ്തിരുന്നു, ബംഗാളിൽ ഗോൾഡ് കോയിൻസ് ഇറക്കിയിരുന്നു. ദെൻ ബംഗാളിലെ ഹരികേല സിൽവർ കോയിൻസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ലോക്കൽ ഈസ്റ്റേൺ സീരീസ്, മറ്റുള്ള ലോക്കൽ പ്രദേശങ്ങളിലൊക്കെ ഇറക്കുന്ന കോയിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കോയിൻസ് അവിടെ ഉണ്ടായിരുന്നു, ബംഗാളിൽ ഇറക്കിയിരുന്നു. ഇനി ഏർലി മിഡീവൽ കോയിനിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റേൺ ഡക്കാൻ അഗൈൻ ഇഷ്യൂഡ് കോയിൻസ് ബൈ ചാലൂക്യാസ് ഓഫ് ബദാമി. ദെൻ ആന്ധ്ര റീജിയനിൽ ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് അട്രിബ്യൂട്ടഡ് ടു ഏർലി ഈസ്റ്റേൺ ചാലൂക്യാസ്. ദെൻ 10th സെഞ്ചുറിയിൽ റിവൈവൽ ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ കോയിനേജ് ബൈ ലേറ്റർ ഈസ്റ്റേൺ ചാലൂക്യാസ്. ചാലൂക്യാസ് ഓഫ് കല്യാണ അല്ലെങ്കിൽ കല്യാണി ചാലൂക്യാസ് പറയുന്നത്. ആൻഡ് ഇവരുടെ ഒരു കോയിനെ പറ്റി വലിയൊരു ധാരണ അല്ല. ദെൻ കാലച്ചൂരി രാജ്പുത്സിനെ സംബന്ധിച്ച് അട്രിബ്യൂഷൻ ഓഫ് കോയിൻസ് റിമൈൻസ് അൺസർട്ടൻ, അതും ഒരു പിടിയില്ല. കദംബാസ് ഓഫ് ഗോവ അവരുടെ സംബന്ധിച്ചിടത്തോളം കോയിൻ ഇഷ്യൂ ചെയ്തിരുന്നു എന്ന് മനസ്സിലാവുന്നു. ദെൻ ശിലഹാരാസ് ഓഫ് വെസ്റ്റേൺ ഡക്കാൻ ഫ്യൂ ഗോൾഡ് കോയിൻസ് അട്രിബ്യൂട്ടഡ്. മനസ്സിലാക്കേണ്ടത്, ഇത് ചില ഡൈനസ്റ്റിയിലെ കോയിനെ പറ്റി ധാരണ ഉണ്ട്, ചിലതിന് ധാരണയില്ല. ജസ്റ്റ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിലേക്ക് കയറി വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചർച്ചാ വിഷയമാവുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതി ഒന്നുമില്ല. ബട്ട് ഞാൻ കോയിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സദേൺ ഡൈനസ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ പല്ലവാസ് recognized by coins featuring lion and bull motif. പല്ലവാസിന്റെ കോയിൻസിൽ ലയൺ ആൻഡ് ബുള്ള്, അതായത് സിംഹത്തിന്റെയും ബുള്ളിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ടൈറ്റിലുകളും രാജാവിന്റെ ടൈറ്റിലുകളൊക്കെ അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു. ചോളാസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചോള എംബ്ലം ആയിട്ടുള്ള ടൈഗർ ക്രസ്റ്റ് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ടൈഗറിന്റെ പിക്ചർ ഉണ്ടായിരുന്നു. ദെൻ കോയിൻസ് ഇത്തരത്തിലുള്ളത് അവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ദെൻ ചോള എംബ്ലം ഡോമിനൻസ്, അതായത് സീൽസ് ഡിസ്പ്ലേ ടൈഗർ, ചോളാസിന്റെ ടൈഗർ, അതുപോലെ പാണ്ഡ്യാസിന്റെ കാർപ്പ് അല്ലെങ്കിൽ ഫിഷ് എന്നുള്ളത്, അതുപോലെ തന്നെ ബോ ആൻഡ് ആരോ, ചേരാസിന്റെ ബോ ആൻഡ് ആരോ എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ബോ സിമ്പിൾ. സോ ഇതൊക്കെ എന്താണ്, അവിടെ കോയിൻസ് പലതും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെയൊക്കെ മുകളിൽ ഒരു ചോള സുപ്രീമസി കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാരണം അതിന്റെ നമ്പർ എന്ത് ചെയ്തിരുന്നു, കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ ചോള കോയിൻസിന് ചോളാസിന്റെ പവർ കൂടുതലായിരുന്നു എന്നൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. Then coin motifs, Chola coins display these three emblems mostly on gold, silver and copper coins. So Chola coins എന്ത് ചെയ്തിരുന്നു, ഇതിന്റെ മുകളിൽ ഒക്കെ ഇൻസ്ക്രൈബ് ചെയ്തിരുന്നു, കൗണ്ടർ സ്ട്രൈക്കുകളൊക്കെ കാണാനായിട്ട് പറ്റിയിരുന്നു എന്നുള്ളതൊക്കെയാണ്. എനിവേസ് ചോളാസ് വെർ ഡോമിനന്റ് എമംഗ് ദി ത്രീ, അല്ലെങ്കിൽ പാണ്ഡ്യ, ചേര ഇവർക്കിടയിൽ ചോളാസ് ആയിരുന്നു കൂടുതൽ പവർഫുൾ എന്നുള്ളത് നമുക്ക് അതൊന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡ് കോയിൻസ് അറ്റ് കാവില Yadavalli found in Andhra Pradesh. These coins featuring tiger and bow motif on the obverse and legends so associated with Chola king Kolothunga first. So Chola dynasty coins ഈ പറഞ്ഞ ആന്ധ്രയിലെ പ്രദേശത്തൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then reverse legend കാഞ്ചി അല്ലെങ്കിൽ നെ, possibly short form of നെല്ലൂർ, ഇവിടെ ശ്രദ്ധിക്കാട്ടോ. And on the reverse likely denoting mean towns. അതായത് ഇവിടെ റിവേഴ്സ് സൈഡിൽ നമ്മുടെ കാഞ്ചി എന്നും നെ എന്നും കാണുന്നുണ്ട്. ഇറ്റ് മീൻസ് ഈ കോയിൻ ഇറക്കിയിട്ടുള്ളത് ഒന്നെങ്കിൽ കാഞ്ചിയിലാണ്, കാഞ്ചി എന്ന് കാണുന്നത്, നെ എന്ന് കാണുന്നത് നെല്ലൂരിലാണ് എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ മിന്റ് ടൗണിനാണ് പറയുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ലേറ്റർ ചോള ഫേസിലേക്ക് വരികയാണെങ്കിൽ റെപ്രസെന്റഡ് പ്രൈമറിലി കോപ്പർ കോയിൻസ്. ചോള ഫേസിന്റെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ കൂടുതലും കോപ്പർ കോയിൻസ് ആണ് കണ്ടിട്ടുള്ളത്.
ഏർലി മിഡീവൽ പാണ്ഡ്യാസിലേക്ക് വരികയാണെങ്കിൽ ദർ മിക്കവാറും കൂടുതൽ കോപ്പർ കോയിൻസ് ഉണ്ടായിരുന്നു. ആൻഡ് മോർ പ്രിവാലന്റ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലും ഇവരുടെ കോയിൻസ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് സം ബിയറിംഗ് നെയിംസ് ലൈക്ക് വീരപാണ്ഡ്യ ഓർ സുന്ദര പാണ്ഡ്യ ഐഡന്റിഫൈങ് സ്പെസിഫിക് കിങ്സ് റിമൈൻ ആസ് ചലഞ്ച്. അതായത് ഇവിടെ വീരപാണ്ഡ്യ അതുപോലെ തന്നെ സുന്ദര പാണ്ഡ്യയുടെ ഒക്കെ കോയിൻസ് കാണുന്നുണ്ട്. അതേസമയം എല്ലാ കിങ്സിന്റെ ഒന്നും കാണുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചലഞ്ച് ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ കോയിൻസ് അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് ചരിത്രത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ അത് എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂമിസ്മാറ്റിക് എവിഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ശരിക്കും ന്യൂമിസ്മാറ്റിക് എവിഡൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുന്നതിൽ. ഹൈലി വാല്യുബിൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഫ്രം അറൌണ്ട് 200 BC to 300 BC. ശ്രദ്ധിക്കുക, ഈ ഒരു 200 BC മുതൽ 300 BC വരെയുള്ള, പ്രത്യേകിച്ച് മൗര്യാസിന്റെ ഒരു ഡീക്ലൈനിന് ശേഷം, പിന്നെ അതുപോലെ തന്നെ ഗുപ്താസിന്റെ ഒരു എമർജൻസ് വരെയുള്ള ഒരു സമയം, ഒരു 500 ഇയേഴ്സിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് എന്താണ് പറയുക റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ കോയിൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് ശതവാഹന കോയിൻസ്, ശക, ഇൻഡോ ഗ്രീക്ക് കോയിൻസ്, കുഷാന കോയിൻസ്, ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ കോയിൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളൊരു സംഗതി അവിടെ വരുന്നുണ്ട്. ഇൻഡോ ഗ്രീക്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കോയിൻസ് പ്രൊവൈഡ് പ്രൈമറി ഇൻഫർമേഷൻ അബൌട്ട് മെനി ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സ്. പല ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സിനെയും പറ്റി ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ട് അവരുടെ കോയിൻസ് നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡൈനസ്റ്റീസ് ലൈക്ക് പാർത്തിയൻസ്, ശകാസ്, ക്ഷത്രപാസ്, കുഷാനാസ്, ശതവാഹനാസ്, ഇവരൊക്കെ പറ്റി ഇൻഫർമേഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ന്യൂമിസ്മാറ്റിക്സ് റെക്കോർഡ്സ് എന്നാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻഷ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രസൻസ് ഓഫ് ഗണ ഓൺ കോയിൻസ്, അതായത് കോയിന്റെ മുകളിലുള്ള ഗണാസിന്റെ ഒരു പ്രസൻസ് ലൈക്ക് യൗദയാസ്, മല്ലവാസ് സജസ്റ്റ് ദെയർ നോൺ മൊണാർക്കിയൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അവിടെ എന്താണ് ഒരു രാജാവിന്റെ ഭരണമല്ല ഉണ്ടായിരുന്നത്, ഗണ ആണ് അവിടെ ഭരിച്ചിരുന്നത്, ടീം ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളാണ് അവിടെ ഭരിച്ചിരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കോയിൻസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഗണസംഘാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മൊണാർക്കീസ് ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കോയിന്റെ മുകളിലുള്ള ഇവരുടെ പ്രസൻസ് ആണ്. അതുപോലെ സിറ്റി കോയിൻസ് പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് ഒരു കോയിൻ കിട്ടിയാൽ ഇന്ത്യന്റെ കോയിൻ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇതെന്താണ് നമ്മുടെ മലപ്പുറത്തിന്റെ കോയിന്, കോഴിക്കോടിന്റെ കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിറ്റി കോയിൻസ് അവിടെ കാണാൻ പറ്റും. അത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മളവിടെ എന്താണ് സിറ്റി കോയിൻ ഇല്ലാത്തതിന്റെ കാരണം എന്താണ്, നമ്മൾ സിറ്റികൾ അടിച്ചിറക്കാനുള്ള ഒരു അവകാശമില്ല, അതിനുള്ള റൈറ്റ് ഇല്ല, അതിനുള്ള ഓട്ടോണമി ഇല്ല. പക്ഷെ അവിടെ സിറ്റി കോയിൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എന്താണ് പറയല്, അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ഉണ്ടായിരുന്നു. ചില സിറ്റികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കോയിൻസ് അടിച്ചിറക്കാനുള്ള പെർമിഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ അതിനകത്ത് പറയുന്നത് ബയോഗ്രാഫിക്കൽ ഇൻസൈറ്റ് ഫ്രം ന്യൂമിസ്മാറ്റിക് എവിഡൻസ്, അതായത് ഒരു രാജാവിനെ സംബന്ധിച്ച് അയാളുടെ ഒരു ബയോഗ്രാഫിക്കൽ പിക്ചർ ഒക്കെ നമുക്ക് കിട്ടാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ന്യൂമിസ്മാറ്റിക് എവിഡൻസ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ന്യൂമിസ്മാറ്റിക്സ് ഫൈൻഡ് ഓഫ് മോർ ദാൻ ജസ്റ്റ് കിങ്സ് നെയിംസ് ഷെഡിങ് ലൈറ്റ് ഓൺ ദിയർ പേഴ്സണൽ ലൈഫ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രാജാവിന്റെ പേര്, ലെജൻഡ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ഇത്രയൊക്കെ നമുക്കുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുക കോയിന്റെ മുകളിൽ. പക്ഷെ അതിലുപരി ആ രാജാവിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി, ഹിസ്റ്റോറിക്കൽ ഇവന്റുകളെ പറ്റി, അത് നടത്തിയിട്ടുള്ള സൈനികമായിട്ടുള്ള എന്താണ് പറയല് ഈ മിലിറ്ററി കോൺകസ്റ്റുകളെ പറ്റിയിട്ട്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ ന്യൂമിസ്മാറ്റിക് എവിഡൻസിലൂടെ കിട്ടുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുപ്ത കിങ് ചന്ദ്രഗുപ്ത ഫസ്റ്റ് കോയിൻസ് കമമറേറ്റിംഗ് ഹിസ് മാരേജ് ടു ലിച്ചാവി പ്രിൻസസ്. അയാളുടെ ലിച്ചാവി പ്രിൻസസുമായിട്ടുള്ള കല്യാണത്തിനെ പറ്റിയിട്ടുള്ള കോയിൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലിച്ചാവി പ്രിൻസസുമായിട്ട് മാരേജ് നടത്തിയിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ അപ്പൊ അവരുടെ മാരേജിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടി, ലിച്ചാവിസായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കിട്ടി. ഇതൊക്കെ നമുക്ക് അവരൊറ്റ കോയിൻ പഠിക്കുന്നതിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് കിങ് രാമഗുപ്ത എന്ന് പറയുന്ന റൂളറിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കോയിൻസ് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് എക്സിസ്റ്റൻസ് ഓഫ് ഗുപ്ത കിങ് രാമഗുപ്ത ബിറ്റ്വീൻ സമുദ്രഗുപ്ത ആൻഡ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. സമുദ്രഗുപ്തന്റെയും ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെയും ഇടയിൽ രാമഗുപ്ത എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് പറഞ്ഞ കോയിൻസിലൂടെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അശ്വമേധ സാക്രിഫൈസ്, പല രാജാക്കന്മാരുടെയും ഇപ്പൊ നമുക്കറിയാം സമുദ്രഗുപ്തനും കുമാരഗുപ്തനൊക്കെ എന്ത് ചെയ്തിരുന്നു അശ്വമേധ സാക്രിഫൈസ് നടത്തുന്ന ചിത്രങ്ങൾ കോയിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അശ്വമേധ സാക്രിഫൈസ് നടത്തിയിരുന്നു. ഇവരുടെ റിലീജിയസ് അഫിലിയേഷൻ, ഇവരുടെ ഡയറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കണക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. Then symbolism on coins. Different coin types of Samudragupta like archer and battle axe showcase this physical power. See,
ഇവിടെ സമുദ്രഗുപ്തൻ വളരെ ശക്തനായിട്ടുള്ള സൈനികമായിട്ടുള്ള കരുത്തുള്ള രാജാവായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെ ആസ്റ്റർ ടൈപ്പ് കോയിൻസ്, ബാറ്റ്ലാക്സ് ടൈപ്പ് കോയിൻസ് ഒക്കെ കണ്ടിട്ടാണ്. അതേസമയം വൈൽ ദ ലിറിസ് ടൈപ്പ് ഡെപിക്റ്റഡ് ഹിം പ്ലേയിങ് ദ വീണ, അയാളുടെ വീണ പ്ലേ ചെയ്യുന്ന കോയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇയാൾ ഭയങ്കര സൈനികമായിട്ട് ശക്തനായിരുന്നു നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ വീണ ടൈപ്പ് കോയിൻ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇയാൾ സൈനികമായിട്ട് ശക്തനെന്ന് മാത്രമല്ല ഇയാൾ ഒരു സംഗീതജ്ഞൻ കൂടിയായിരിക്കും, ഒരു മ്യൂസിഷ്യൻ കൂടി ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ റിവീലിംഗ് ഹിസ് ഡൈവേഴ്സ് പേഴ്സണാലിറ്റി ഫാസറ്റ്സ്, അതായത് അയാൾ സൈനികമായ ശക്തി മാത്രമല്ല ഈ പറഞ്ഞ ഈ എന്താണ് പറയല് മ്യൂസിക്കിലൊക്കെ ശക്തനായിരുന്നു, അല്ലെങ്കിൽ അതിലൊക്കെ കഴിവുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സമുദ്രഗുപ്തയുടെ ഒരു കേസിലൊക്കെ അയാളെ ലിച്ചാവി ദുഹിത്ര എന്നുള്ള പേരിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതായത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ ഗുപ്ത ചരിത്രം പഠിക്കുന്ന സമയത്ത് കൂടുതൽ അതിലേക്ക് പോവാം. ഇനി അടുത്തൊരു കേസാണ് ഈ കൗണ്ടർ സ്ട്രൈക്കിന്റെ ഒരു പ്രത്യേകതയാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് രാജാക്കന്മാരെ മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനകത്ത് താഴെ വേറെ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ മുകളിൽ വേറെ കൊണ്ടുവന്നിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് താഴെ വേറെ കാണാൻ പറ്റും, അതിന്റെ മുകളിൽ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്ക്രൈബ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. സോ നഹപണ, ഓക്കെ, നഹപണ ഒരു വെസ്റ്റേൺ ക്ഷത്രപ റൂളർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 13,250 സിൽവർ കോയിൻസും 9,270 എന്താണ് പറയല് ഈ 13,250 സിൽവർ കോയിൻസിൽ 9,270 എണ്ണത്തിലും ഹാഡ് മാർക്സ് ഓഫ് കൗണ്ടർ സ്ട്രൈക്കിംഗ് ബൈ ഗൗതമി പുത്ര ശതകർണി. സോ ഗൗതമി പുത്ര ശതകർണിയുടെ കൗണ്ടർ സ്ട്രൈക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ നഹപണയുടെ ക്ഷത്രപ റൂളറിന്റെ കോയിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്തു, ഗൗതമി പുത്ര ശതകർണി നഹപണയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ ആക്ച്വലി ഇൻ ഹിസ്റ്ററി എന്താണ്, നഹപണ വാസ് കിൽഡ് ബൈ ഗൗതമി പുത്ര ശതകർണി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അണ്ടർ ടൈപ്പ്, അതുപോലെ ഓവർ ടൈപ്പ്. സി ഇവിടെ അണ്ടർ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള മാർക്കാണ്. അതായത് താഴെ നമ്മള് ഇതിന്റെ മുകളിലൊന്ന് കാണാൻ പറ്റും, അതുപോലെ താഴെ ഒന്ന് കാണാൻ പറ്റും. ഇതിവിടെ ഷിപ്പ് വിത്ത് മാസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് പറയുന്നത്, ഈ പായ്ക്കപ്പലിന്റെ രൂപം, പിന്നെ മലകളുടെ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട്. സോ പറഞ്ഞു വരുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർ സ്ട്രൈക്കും ഓവർ അണ്ടർ ടൈപ്പും ഓവർ ടൈപ്പും ഉണ്ട്. അതായത് അണ്ടർ എന്ന് വെച്ചാൽ താഴെ ഉള്ളത്, ഓവർ ടൈപ്പ് എന്ന് വെച്ചാൽ അതിന്റെ മുകളിലുള്ളത്. ഇനി ഇത് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു സംഗതികൾ കൂടി ഉണ്ട്. അണ്ടർ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ രാജാവ് ഏത് പഴയ രാജാവിന്റെ ആയിരിക്കും താഴെ ഉണ്ടാവുക. സോ മുകളിൽ എന്തുണ്ടായിരിക്കും, ഓവർ ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ രാജാവായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന രാജാവായിരിക്കും. ഈ രീതിയിലൊക്കെ നമുക്ക് ചരിത്രം ഇതിലൂടെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഒരു ചരിത്ര പഠനം കൂടിയാണ് കേട്ടോ. ഇതിലൂടെ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവാന്ന് കൂടി അറിയണല്ലോ. സോ അങ്ങനെ ചരിത്രം എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഓരോ കോയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വളരെ ഗംഭീരമായ ഒരു ചരിത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇത് ശരിക്കും കുത്തനായിട്ട് വേണ്ടിയിരുന്നത്, എന്താണ് പറയല്, മലകളാണ്, ആർച്ചഡ് ഹിൽസ് എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയുന്നത്. സോ ഇത് ഗൗതമപുത്ര ശതകർണിയുടെ ഒരു സിമ്പിൾ ആയിരുന്നു. പിന്നെ ഒരു ഡൈനാസ്റ്റിക് സിമ്പിൾ ആയിരുന്നു. പിന്നെ 4 സർക്കിൾസ് എന്ന് പറയുന്നത്, 4 സർക്കിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ഉജ്ജൈൻ സിമ്പിൾ എന്നാണ് അറിയപ്പെടുക. ജസ്റ്റ് എക്സാമിന് ഒക്കെ വരികയാണെങ്കിൽ ഓർത്ത് വെക്കുക, ഉജ്ജൈൻ സിമ്പിൾ. ഇങ്ങനെയുള്ള 4 സർക്കിൾ, പിന്നെ അത് എന്ത് ചെയ്യുന്നു, ജോയിന്റ് ബൈ ക്രോസ് ക്രസന്റ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രോസ് ഇട്ട് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു എന്നുള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഡൈനാസ്റ്റിക് സിമ്പിൾ ആയിരുന്നു. ഇതൊക്കെ ഗൗതമപുത്ര ശതകർണി ഇൻസ്ക്രൈബ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ ശിവസ്തുതി കോയിൻ കൗണ്ടർ സ്ട്രൈക്ക് ബൈ നഹപണ. അടുത്ത സംഗതി വെച്ചാല് ഈ ഗൗതമപുത്ര ശതകർണിയുടെ മുൻപ് വന്നിട്ടുള്ള ആൾക്കാര് ഗൗതമപുത്ര ശതകർണിക്ക് അതെ, ഗൗതമിപുത്ര ശതകർണിയുടെ മുൻപ് വന്ന റൂളറാണ് ശിവസ്വതി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അയാളുടെ കോയിൻ, അതായത് ശതവാഹന റൂൾ, എങ്ങനെയാണ് ശതവാഹനത്തിന്റെ ഓർഡർ വരിക, ഷിമുഖ, ഞാനിവിടെ എഴുതി വെച്ചിരുന്ന നോക്കാൻ വേണ്ടിട്ട്, ഷിമുഖ, കൻഹ, പിന്നെ അതിനകത്ത് വരുന്നത് ശതകർണി ഫസ്റ്റ്, നോട്ട് ഗൗതമിപുത്ര ശതകർണി, ശതകർണി ഫസ്റ്റ്. പിന്നെ ആര് വരുന്നു, ശതകർണി സെക്കൻഡ്, അത് വേറെ തന്നെ, നോട്ട് ഗൗതമിപുത്ര ശതകർണി. പിന്നെ ആര് വരുന്നു, ശിവസ്വതി വരുന്നു, ശിവസ്വതി. അതിനുശേഷമാണ് ആര് വരുന്നത്, ഗൗതമിപുത്ര ശതകർണി. ജസ്റ്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വസിഷ്ഠപുത്ര പുലമയി, ദെൻ വസിഷ്ഠപുത്ര ശതകർണി, ശിവസ്കന്ദ ശതകർണി, ഇങ്ങനെ തുടങ്ങിയുള്ള റൂളേഴ്സ് ഒക്കെ വരും. പിന്നെ യജ്ഞശ്രീ ശതകർണി. പറഞ്ഞു വന്നത്രേ ഉള്ളൂ,
ശിവസ്വതി എന്ന് പറയുന്നത് ഗൗതമിപുത്ര ശതകർണിയുടെ മുൻപ് വന്ന റൂളറാണ്. ആൻഡ് ഗൗതമിപുത്ര ശതകർണിയുടെ മുൻപ് വന്ന റൂളർ ആയതുകൊണ്ടാണ് ഈ ശിവസ്വതിയെ അതിന് മുൻപുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന നഹപണ എന്ന് പറയുന്ന ശത്രഭ റൂളർ, ഓക്കെ, ശത്രഭ റൂളർ, ഈ നഹപണ ഡിഫീറ്റഡ് ശിവസ്വതി. ആൻഡ് നഹപണ എന്ത് ചെയ്തിട്ടുണ്ട്? ശിവസ്വതിയുടെ കോയിന്റെ മുകളിൽ കൗണ്ടർ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഇവിടെ ഗൗതമിപുത്ര ശതകർണി നഹപണയുടെ കോയിന്റെ മുകളിൽ കൗണ്ടർ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഗൗതമിപുത്ര ശതകർണി നഹപണയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അതിനു മുൻപ് ശിവസ്വതി എന്ന് പറയുന്ന ഗൗതമിപുത്ര ശതകർണിയുടെ മുൻപ് ഉണ്ടായിരുന്ന ശതവാഹന റൂളറാണ്. അപ്പൊ ശിവസ്വതിയെ ആര് പരാജയപ്പെടുത്തിയിരുന്നു? നേരത്തെ നഹപണ പരാജയപ്പെടുത്തിയിരുന്നു. അതിന് പകരം പോയിട്ടാണ് ആര് പോയിട്ടുള്ളത്? ഗൗതമിപുത്ര ശതകർണി പോയിട്ട് നഹപണനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് അത് നമ്മൾ ശിവസ്വതിനെ നഹപണ പരാജയപ്പെടുത്തിയിരുന്നു എന്ന് പറയാൻ കാരണം ശിവസ്വതിയുടെ കോയിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നഹപണ കൗണ്ടർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സോ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലൊക്കെയാണ് ചരിത്രം വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോയിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല പല ചരിത്രം അതിൽ നിന്ന് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. സോ ഇൻ ഷോർട്ട്, കോയിൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചരിത്രത്തിലെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ കോയിൻസിനെ പറ്റി പഠിക്കുന്നതിലൂടെയാണ് എന്നുള്ളതാണ്. സോ ഈ റൂളേഴ്സ് ശിവസ്വതിയും നഹപണയും തമ്മിൽ കണ്ടംപററി റൂളേഴ്സ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കൗണ്ടർ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. എനിവേസ്, ഇൻ ഷോർട്ട്, ചരിത്രത്തിൽ ന്യൂമിസ്മാറ്റിക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. സോഴ്സിന്റെ ഭാഗത്ത് ന്യൂമിസ്മാറ്റിക്സ് എവിഡൻസിനൊക്കെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഗുപ്ത കോയിനേജും മൗര്യ കോയിനേജും ഒക്കെ നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യും. സോ ഡോണ്ട് വെറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഡൗട്ട്സും കൺസേൺസ് ഒക്കെ നമുക്ക് വാട്സപ്പ് ത്രൂ അല്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. തൽക്കാലത്തേക്ക് ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ എവ്രി വൺ. നമ്മൾ അടുത്തൊരു സെഷനിൽ മീറ്റ് ചെയ്യും. ബൈ.